സർക്കാരിനെ സമീപിക്കാനുള്ള ഒരു നീക്കം യോഗത്തിൽ കൈക്കൊണ്ടതും. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ നിഷേധ ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഞാൻ എൽദോ പോൾ പുതുശ്ശേരി. ഇന്ന് മോർണിംഗ് വൈബ്സ് ആരംഭിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള വാർത്തകൾ. നമ്മൾ ഇന്നലെ രാത്രി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ മത്സരം കണ്ടു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് 3ാമത്തെ കിരീട നേട്ടം. ഈ റിമാൽ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിരുന്നു. അത് കര തൊട്ടിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. അതിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിരവധിയായിട്ടുള്ള വാർത്തകൾ സംസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള വാർത്തകൾ വരുന്നു. ഈ അവയവ മാറ്റം അല്ലെങ്കിൽ അവയവ കടത്ത് വിവാദത്തിലൊക്കെ കൂടുതൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ ഒരുപാട് വാർത്തകൾ വർത്തമാനങ്ങളുമായി നമുക്ക് പോകാം. ഒപ്പം ഈ ഗുരുവായൂർ അമ്പലനടയിലെ ചില അതിഥികൾ നമ്മോടൊപ്പം മോർണിംഗ് വെബ്സിൽ ഇന്ന് പങ്കുചേരും. അങ്ങനെ വിശദമായി നമ്മൾ മോർണിംഗ് വെബ്സിലേക്ക് കടക്കുമ്പോൾ ആദ്യം പോവുകയാണ് ഈ റിമാൽ ചുഴലിക്കാറ്റിന്റെ കരതൊടൽ. അത് എത്രത്തോളം നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ മണിക്കൂറിൽ 135 കിലോമീറ്റർ വേഗത്തിലായിരുന്നു റിമാൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വ്യക്തമാക്കി. പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയാണ് റിമാൽ കരതൊട്ടത്. ഇന്നലെ ഉച്ചയോടെ ശക്തി പ്രാപിച്ച ചുഴലിക്കാറ്റ് രാത്രി 8:00 പശ്ചിമ ബംഗാൾ തീരത്തെത്തി. സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുവി, റിമാൽ കരതൊട്ടു, നാശനഷ്ടം അത് രൂക്ഷമാണോ? എൽദോ, രാജ്യം ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണ്. ഏതായാലും രാജ്യത്തിന്റെ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത തുടരുകയാണ്. ഇന്നലെ രാത്രിയിലാണ് റിമാൽ ചുഴലിക്കാറ്റ് ഇവിടെ വീശിയത്. കരതൊട്ടത് ഇന്നലെയാണ്. കേക്കുപാറ എന്ന് പറയുന്ന സ്ഥലത്തിനും ഒപ്പം സാഗർ ഐലൻഡിനും മധ്യയാണ് ഇത് കരതൊട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ 85-95 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നാണ് ആദ്യഘട്ടങ്ങളിൽ വിചാരിച്ചിരുന്നത്. എന്നാൽ അത് 130 വരെ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയേക്കും എന്ന ഒരു എക്സ്പെക്ടേഷൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിനുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിരിക്കുന്നു. 135ഓളം കിലോമീറ്റർ വേഗതയിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചുഴലിക്കാറ്റ്. ഏതായാലും അത് തുടങ്ങി. കര തൊട്ടതിനു ശേഷം 4 മണിക്കൂർ മാത്രമാണ് ഇതിന്റെ ഒരു അതായത് ഈ ഒരു ചുഴലിക്കാറ്റ് ആഞ്ഞു വീശുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുന്നത്. ഏതായാലും ബംഗാളിലും ബംഗ്ലാദേശിലും ആണ് കൂടുതൽ നാശനഷ്ടങ്ങൾ എന്ന രീതിയിൽ തന്നെ നമുക്ക് വിലയിരുത്താം. ഏതായാലും ആളപായം നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ബംഗാളിന്റെ തീരദേശ ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ താഴ്ന്നു കിടക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു 1.5 മീറ്റർ ഉയരത്തിൽ വരെ കൊടുങ്കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ബംഗാളിന്റെ തീരദേശ ജില്ലകൾ താഴ്ന്നു കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നേവിയുടെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇനി അതിന്റെ ശക്തി കുറയും, അതായത് കാറ്റിന്റെ ശക്തി കുറയും, അല്ലെങ്കിൽ അത് ഒഡീഷ തീരത്തേക്ക് നീങ്ങും എന്നാണ് പറയുന്നത്. ഏതായാലും കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതയാണ്. പ്രത്യേകിച്ച് അസം, ഇന്നലെ ബംഗാൾ, ത്രിപുര, അതുപോലെ തന്നെ ഒഡീഷയിലുമാണ് ജാഗ്രതാ നിർദ്ദേശമെങ്കിൽ അത് മാറി ഇപ്പോൾ മേഘാലയ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് കൂടെ വ്യാപിപ്പിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഏതായാലും നേവിയുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇതുവരെ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ആദ്യഘട്ടത്തിൽ ഒരു ന്യൂനമർദ്ദമായി തുടങ്ങിയ റിമാൽ ചുഴലിക്കാറ്റ് അത് തീവ്ര ന്യൂനമർദ്ദമായി മാറുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ ചുഴലിക്കാറ്റ് ഇന്നലെ രാവിലെയോടുകൂടിയാണ് ശക്തി പ്രാപിച്ചു തുടങ്ങിയത്. 6 മണിക്കൂറിന് ശേഷം ആണ് അത് കരതൊട്ടത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഇത് പ്രത്യേകിച്ചും നമുക്കറിയാം കൊൽക്കത്തയുടെ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. രാജ്യം വലിയ ദുരന്തത്തെ, നമുക്കറിയാം പലപ്പോഴും ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ വലിയ ദുരന്തങ്ങൾ തീരദേശ ജില്ലകളിലെല്ലാം തന്നെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ആന്ധ്രയിൽ നമ്മളത് കണ്ടാണ്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചെന്നൈയിലും നമ്മൾ അത് കണ്ടതാണ്. അതുപോലെയുള്ള വലിയൊരു സാഹചര്യം ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ അത് എത്രത്തോളം ഗുരുതരമാകും എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുകയില്ല. 4 മണിക്കൂർ, അതായത് ഇത് തുടങ്ങി 4 മണിക്കൂർ നേരത്തേക്കായിരിക്കും ഈ ചുഴലിക്കാറ്റ് വീശുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എത്ര വലിയ നാശനഷ്ടങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഏതായാലും നിലവിൽ ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അടിയന്തര സഹായങ്ങൾ അവിടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൽദു, റൈറ്റ്. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. റിമാൽ ചുഴലിക്കാറ്റ് അങ്ങനെ കരതൊട്ടു, ഇന്നലെ രാത്രി കരതൊട്ടു. അതിന്റെ ഒരു ഇമ്പാക്ട് തുടരുന്നു എന്നുള്ളതാണ്. ഒരുപാട്
മരങ്ങൾ ഒക്കെ കടപുഴകി വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കുന്നുണ്ട്. എന്താണെങ്കിലും ജാഗ്രത പുലർത്തുന്നുണ്ട് ബംഗാൾ തീരത്ത്. ഒപ്പം ബംഗ്ലാദേശിലും ഈ റിമാലിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് സുവി റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്ത കൂടി സുവി അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന്. അത് മറ്റൊന്നുമല്ല, റഫേൽ ഒരു വൻ സ്ഫോടനമുണ്ടായി. 50 പേരാണ് മരിച്ചത്, അതും അഭയാർത്ഥി ക്യാമ്പിൽ. ആ അഭയാർത്ഥി ക്യാമ്പിലെ സ്ഫോടനത്തിൽ ഏവരും ഞെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം. ഹമാസ് ആരോഗ്യ മന്ത്രാലയമാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇങ്ങനെ മരണം സംഭവിച്ചത്. സുവി ചേരുന്നു. സുവി, വീണ്ടും അശാന്തമാവുകയാണല്ലോ കാര്യങ്ങൾ. എൽദോ, പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ചും ഇസ്രായേലും ഒപ്പം തന്നെ ഹമാസും തമ്മിലുള്ള യുദ്ധം അത് പല ആവർത്തി ഒന്ന് കുറയുന്നു, പിന്നീട് കൂടുന്നു എന്ന തരത്തിൽ തന്നെ മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. ടെല്ലവീവിനെ ലക്ഷ്യമാക്കി ഹമാസ് കഴിഞ്ഞ ദിവസം വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിന് ഇപ്പോൾ തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റഫേൽ ഒരു അഭയാർത്ഥി ക്യാമ്പ് ാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആ ആക്രമണത്തിൽ ആദ്യഘട്ടത്തിൽ 32ഓളം പേർ മരിച്ചു എന്ന വിവരമാണ് വന്നത്. അതിനുശേഷം ഇപ്പോൾ മരണസംഖ്യ ഉയരുന്ന ഒരു കാഴ്ച കാണുന്നു. നിലവിൽ 50ഓളം മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പുകളെ ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. നേരത്തെയും ഈ യുദ്ധം തുടങ്ങി ഒക്ടോബർ 7 യുദ്ധം തുടങ്ങി പല ആവർത്തി റെഫ്യൂജി ക്യാമ്പുകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹമാസിനെ ലക്ഷ്യമാക്കിയാണ് തങ്ങൾ നടത്തുന്നത്, അല്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിലല്ല എന്നൊരു വിശദീകരണമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുള്ളത്. നിലവിൽ അതിനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അഭയാർത്ഥി ക്യാമ്പുകളിൽ ഹമാസ് ആളുകൾ ഒളിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് അവിടെ ആക്രമണം നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഗാസയിൽ ഇപ്പോഴും സംഘർഷം കുറയുന്നില്ല. 50ഓളം പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ശരി, സുബിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും റഫേലിയ സ്ഫോടനത്തിൽ 50 പേർ, അത് അഭയാർത്ഥി ക്യാമ്പിലാണ് സ്ഫോടനം നടന്നത് എന്ന് ഓർക്കുക. ഇനി നമ്മൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എത്തിയാൽ, നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. മുഖ്യപ്രതി സജിത്തുമായി നിരന്തരം ഇടപാടുകൾ നടത്തിയ ഒരു കമ്പനി നിരീക്ഷണത്തിലുണ്ട്. അവയവ കച്ചവടം നടത്തുന്ന പ്രധാനികൾക്ക് കമ്പനിയുമായി ബന്ധമുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. കമ്പനിയുടെ ഇടപാടുകളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കും. അതേസമയം ഇയാളുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ അവയവക്കടത്ത് കേസിൽ അന്വേഷണം അത് വ്യാപിപ്പിക്കും. സജിത്ത് ഒരു ചെറിയ മീനല്ല എന്നും മനസ്സിലാക്കുകയാണ്. പക്ഷേ ഈ ഏതെങ്കിലും ആരോഗ്യ മേഖലയിൽ തന്നെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഗുഡ് മോർണിംഗ്. അവയവക്കടത്ത് കേസ് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ അത് ചെന്നൈയിലെത്തി നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ചെന്നൈയിലായിരുന്നു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നത്. അവരുടെ അന്വേഷണം തുടർന്ന് പ്രധാനമായും തന്നെ ഇരകളെ കണ്ടെത്തുക എന്നത് ഒരു വലിയ അവർക്ക് മുന്നിലുള്ള തടസ്സമായിട്ട് നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇത് വളരെ എളുപ്പമാണ് ഈ പ്രക്രിയ എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വിചാരിച്ചിരുന്നത്. കാരണം എല്ലാവരും തിരിച്ചറിയൽ കാർഡുകളും കാര്യങ്ങളും മേൽവിലാസങ്ങളെല്ലാം തന്നെയുണ്ട്. അന്വേഷിച്ചെന്നാൽ ഇരകളുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്, മാത്രവുമല്ല അവർക്ക് ഈ സംഘത്തെക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത്, അവർ ഏത് രീതിയിൽ ഒളിപ്പിക്കപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കുക ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകവുമാണ്. അപ്പോൾ അവരിലേക്ക് എത്താൻ വളരെ എളുപ്പം കഴിയുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ത്തോളം നിർണായകവുമാണ്. അപ്പോൾ അവരിലേക്ക് എത്താൻ വളരെ എളുപ്പം കഴിയുമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഇവിടെ ഒരു മലയാളി മാത്രമാണ് അതിൽ ഇരയായിട്ടുള്ളതെന്നായിരുന്നു സബിത നാസർ മൊഴി നൽകിയിരുന്നത്. അത് ഏറെക്കുറെ ശരിയുമായിരുന്നു. അതനുസരിച്ചുകൊണ്ട് തന്നെ അയാളെ കണ്ടെത്താനുള്ള ഷമീർ പാലക്കാട് സ്വദേശി കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും അയാളുടെ തിരിച്ചറിയൽ രേഖകളടക്കമാണ് അയാൾ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായിരിക്കുന്നത്. അതിൽ തന്നെ അന്വേഷണ സംഘത്തിന് ആദ്യ സൂചന ലഭിക്കുന്നു. കാരണം ഇതൊരു ചെറിയ കാര്യമാവില്ല എന്ന് ഇവരെ കണ്ടെത്തുക എന്നത് സമാന സ്ഥിതി തന്നെയാണ് തമിഴ്നാട്ടിലും നേരിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരകളിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിൽ അവർ എങ്ങനെയാണ് ഇവരെ ഒളിപ്പിച്ചു വയ്ക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ സംഭവിക്കുന്നത് സംബന്ധിച്ച ഇനിയും കൃത്യമായൊരു വ്യക്തതയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. കേന്ദ്ര സംഘങ്ങളടക്കം ഈ അന്വേഷണത്തിലേക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെയാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിരുന്നു. അവർ ഒരു ഇൻഷുറൻസ് ഏജന്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത്. കാരണം ഇതൊരു പണ ഇടപാട് അല്ലെങ്കിൽ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അവരുടെ കമ്പനികൾ കൂടി
ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്, അവർ പങ്കാളികളായിട്ടുണ്ട്. അത് കമ്പനി മുകളിൽ അറിഞ്ഞുകൊണ്ടോ അതോ താഴെ തട്ടിലുള്ള ഏജന്റുമാരുടെ ഇടനിലക്കാരുടെ പ്രവർത്തനം കൊണ്ടാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എങ്കിലും ചില ഇൻഷുറൻസ് ഏജന്റുമാർ ഇത്തരം കാര്യങ്ങൾക്ക് ഒപ്പം നിന്നിരുന്നു എന്ന ഒരു കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെയും ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സബിത്തിൻ്റെയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായ സജിത് ശ്യാമിൻ്റെയും എല്ലാം തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരുമായി ബന്ധപ്പെട്ടവരിലേക്കെല്ലാം തന്നെ അന്വേഷണം പോകുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ നെക്സസ് അല്ല, ഇതിൽ എല്ലാ ആളുകളും കലർന്നിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനികളടക്കം ഇതിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കമ്പനിയുടെ മേധാവികൾ അറിഞ്ഞോ അല്ലെങ്കിൽ അവരേതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിനെ ഇവരെ സംബന്ധിച്ച് വിശദമായി അവരിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരെ വിളിച്ചു വരുത്തുകയും മൊഴിയെടുപ്പും തുടരുകയാണ്. ഒപ്പം തന്നെ നിലവിൽ കേസിൽ പിടിയിലാകാനുള്ള ഇറാനിൽ കഴിയുന്ന കൊച്ചി സ്വദേശിയായ മധു ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിക്കുവാനുള്ള സാഹചര്യം, അവരിലേക്ക് അന്വേഷണം എത്തിക്കേണ്ടതുണ്ട്. ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടർ ഇതിലെ മുഖ്യ കണ്ണിയും ആസൂത്രകനുമാണ്. ഇവരിലേക്കെല്ലാം തന്നെ അന്വേഷണം ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം ഏത് രീതിയിലേക്ക് എന്നത് സംബന്ധിച്ച് വലിയ ഒരു മാധ്യമങ്ങളോട് തുറന്ന് സംസാരിക്കുന്നില്ല. എങ്കിൽ കൂടിയും ഇവർ ഇരകളെ അന്വേഷിച്ച് പോകുന്നതും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക്, കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിൽ ഹൈദരാബാദിൽ ഇപ്പോൾ സ്വാഭാവികമായും അന്വേഷണ സംഘം എത്തിയേക്കാം. വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇരകൾ കണ്ടെത്തുക കേസിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. അതിലേക്കും തമിഴ്നാട്ടിൽ അന്വേഷണം പൂർത്തിയാകുന്നതോടെ അതിലേക്കും ഒരു പരിധിവരെ അന്വേഷണ സംഘത്തിന് കടന്നു ചെല്ലാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ശരി, ഡാനി തുടരണം. ഒരു വാർത്ത കൂടി ഡാനി കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കും. അത് മറ്റൊന്നുമല്ല, ഈ പെരിയാറിലെ മത്സ്യക്കുരുതി വിഷവാതക സാന്നിധ്യം സ്ഥിരീകരിച്ച കുഫോസിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ നടപടികൾക്ക് സാധ്യതയുണ്ട് എന്നാണ് ഡാനി റിപ്പോർട്ട് ചെയ്യുന്നത്. പെരിയാറിന് പുറമെ കുണ്ടന്നൂരിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു. കായലിലും കൂട് കൃഷി നടത്തിയിരുന്ന ഇടങ്ങളിലുമാണ് മീനുകൾ ഇങ്ങനെ ചത്തുപൊങ്ങിയത്. നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ട് കർഷകർ രംഗത്തുണ്ട്. ഡാനി, ഈ പെരിയാറിൽ പിന്നാലെ കുണ്ടന്നൂരിൽ ഈ മത്സ്യക്കുരുതി ഇങ്ങനെ കാണുന്നത് അത് സങ്കടകരമാണ്. എന്താണെങ്കിലും ജലാശയങ്ങൾ, പ്രത്യേകിച്ചും കൊച്ചി പരിസരത്തെ ജലാശയങ്ങൾ ഇങ്ങനെ മലിനമാകുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നതുമാണ്. എന്നാലും മറ്റിടങ്ങളിലെ പരിശോധന നടത്തേണ്ടതുണ്ട്, അത് മറക്കുന്നില്ല. എന്നാലും ഈ ഡാനി, ഈ കുഫോസിന്റെ റിപ്പോർട്ടിൽ എന്ത് നടപടിയാണ് കൂടുതൽ തരത്തിൽ എടുക്കാൻ പോകുന്നത്? എൽദോ, പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കുഫോസിൻ്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും റിപ്പോർട്ടുകൾ പരസ്പരം ബന്ധമില്ലാത്തതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണ്ടെത്തലുകളിൽ അവർ പറഞ്ഞിരിക്കുന്നത് പെരിയാറിൽ അവർക്ക് യാതൊരു രാസമാലിന്യവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അവർ ഓക്സിജന്റെ സാന്നിധ്യം കുറഞ്ഞു പോയതാണ് മത്സ്യക്കുരുതിക്ക് കാരണമായി പറയുന്നത്. അതിന് ജലസേചന വകുപ്പിനെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇറിഗേഷൻ ആ ബ്രിഡ്ജ് ആലോചനകളില്ലാതെ തുറന്നതുകൊണ്ടാണ് എന്നവർ പറയുന്നു. പക്ഷേ കുഫോസിന്റെ കണ്ടെത്തൽ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. പെരിയാറിൽ രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടായത്, ഏതെല്ലാം രാസവസ്തുക്കൾ അവർ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെയും പരിശോധിച്ച മത്സ്യങ്ങളുടെ സാമ്പിളുകൾ, ഇതിലെല്ലാം തന്നെ അതിൻ്റെ മത്സ്യങ്ങളും അതിനകത്തും ഈ അപകടകരമായ അളവിൽ തന്നെ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം ഹെവി മെറ്റൽസുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ രണ്ട് റിപ്പോർട്ടുകൾ, രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഇന്നലെ ഇത് സംബന്ധിച്ച് മന്ത്രി പി രാജീവ് വിശദീകരിച്ചതും അങ്ങനെ ഒരു അന്തരമുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ സബ് കളക്ടർ വഴിയാണ് റിപ്പോർട്ടുകൾ ചീഫ് സെക്രട്ടറിയിലേക്ക്, ജില്ലാ കളക്ടറിലേക്കും പിന്നീട് ചീഫ് സെക്രട്ടറിയിലേക്കും എത്തുക. ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലേക്ക് ഈ റിപ്പോർട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരത്തെ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൈമാറുമെന്ന് കരുതുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയുണ്ടാകും. സബ് കളക്ടർ ഈ രണ്ട് കാര്യങ്ങളിലും അവ്യക്തതകളുണ്ടെങ്കിൽ അത് വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തുകയും ഒരു സ്വതന്ത്ര ഏജൻസി തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കുകയും ചെയ്യുമെന്നാണ് ഇന്നലെ മന്ത്രി പി രാജീവ് ഇത് സംബന്ധിയായ കാര്യങ്ങൾക്ക് വ്യക്തമാക്കിയത്. എന്തായാലും റിപ്പോർട്ടിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, രണ്ട് റിപ്പോർട്ടിലും. അതിൽ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെരിയാറിലെ കർഷകർക്കും നേരിട്ട മത്സ്യക്കുരുതി മൂലമുണ്ടായ നഷ്ടം, അവരുടെ ബാധ്യതകൾ, അത് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഈ ആശങ്കകൾ ഒഴിയാതിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് കുണ്ടന്നൂരിൽ മരട് കേന്ദ്രീകരിച്ച് കൂട് കൃഷി നടത്തിയിരിക്കുന്ന അവരുടെ ഫാമുകളിലെ മുഴുവൻ മത്സ്യങ്ങളും ചത്തുപോകുന്നത്.
മറ്റ് അവിടെ സാർവത്രികമായി അവിടെ മത്സ്യം ചത്ത് മറ്റിടങ്ങളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഫാമുകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ സാമ്പിളുകളും കുഫോസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി പരിശോധനാ ഫലം വരാനുണ്ട്. മത്സ്യ കർഷകരുടെ ഒരു യോഗം നാളെ കൊച്ചിയിൽ ചേരുന്നുണ്ട്. അവരുടെ ഒരു ഭാവി പരിപാടികൾ എന്ത് എന്നത് അത് സംബന്ധിച്ച് തീരുമാനിക്കും. ഒപ്പം പെരിയാറിലെ കർഷകർ അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. കാരണം അവർക്ക് ഈ രീതിയിലേക്ക് നഷ്ടം സഹിക്കുന്ന സർക്കാരിൽ നിന്ന് എത്രയും പെട്ടെന്ന് നഷ്ടം ഈടാക്കുന്നതിന് വേണ്ടി നിയമ നടപടികൾ കൂടി അനിവാര്യമാണ് എന്ന ഒരു ചിന്തയിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ കർഷകർക്ക് നഷ്ടം നേരിട്ട ഒരു സീസൺ കൂടിയായിട്ട് കടന്നു പോകുന്നു. എന്തായാലും ഇത്തരം സംഭവങ്ങളിൽ വലിയ രീതിയിലുള്ള അന്വേഷണം ആവശ്യമാണ്. നിലവിൽ നടത്തിയിരിക്കുന്ന അന്വേഷണങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതിനാൽ ഇന്ന് സർക്കാരിന് മുന്നിലേക്ക് സമർപ്പിക്കപ്പെടുന്ന റിപ്പോർട്ടിൽ അതിൽ എങ്ങനെയാണ് അത് ക്രോഡീകരിക്കുക എന്നതാണ് കാണേണ്ടത്. അതിൽ മറ്റൊരു അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമോ എന്നതുകൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എൽദോ. റൈറ്റ്. ഡാനി പോളാണ് കൊച്ചിയിൽ വിവരങ്ങൾ പങ്കുവച്ചത്. മുല്ലപ്പെരിയാറിലെ പുതിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ കർഷകർ ശ്രമിക്കുന്നു. പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുമളിയിലേക്ക് മാർച്ച് നടത്തും. പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന കേരള സർക്കാരിനെതിരെ തമിഴ്നാട്ടിലെ 5 ജില്ലകളിലെ കർഷകരാണ് മാർച്ച് നടത്തുന്നത്. അതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. മുല്ലപ്പെരിയാറാണ് ഇപ്പോൾ പൊട്ടിക്കും, നാളെ പൊട്ടിക്കും, നാളെ പുറത്ത് പൊട്ടിക്കുന്നുണ്ട്. 40 കൊല്ലമായിട്ട് കേരളത്തിൽ ഉള്ള அரசியல்வாதிகளெல்லாம் சொல்லிட்டு இருக்குல்ல. 40 കൊല്ലத்துக்கு മുമ്പ് പെരുമേടോட அண்ணன் உள்ள எம்எல்ஏ CA குரியனாக்கும் പറഞ്ഞത് കേരള അസംബ്ലിയിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കുன்னு சொல்லி அவர் ஒரு பராதி கொடுத்து ஸ்பீக்கர்கிட்ட 1979. இன்னைக்கு 40 கொல்லம் கழிஞ்சு ஆனால் டேம் பொட்டிக்கலை. டேம் ஸ்ட்ராங்காக தான் இருக்குது. வெறும் 7.66 டிஎம்சி தண்ணி தான் இப்போ டேமில் இருக்குது. ஆனால் அங்கேருந்து ஒரு 50 கிலோமீட்டர் தள்ளி இருக்கக்கூடிய இடுக்கி டேமில் 70.5 டிஎம்சி தண்ணி இருக்குது. 10 மடங்கு தண்ணி இடுக்கியில் உண்டாயிருக்கு. அப்போ இது வெறும் 7.66 டிஎம்சி தண்ணி தான் இப்போ முல்லைப்பெரியாறில் இருக்குது. அப்போ 14 நிபுணர் குழுக்கள், 14 எக்ஸ்பர்ட் வந்து ரிசர்ச் பண்ணி டேமை ரிசர்ச் பண்ணி அந்த டேம் ஓகே அப்படின்னு சுப்ரீம் கோர்ட்டுக்கு ரிப்போர்ட் கொடுத்த பிறகு தான் 2014 சுப்ரீம் கோர்ட் என்ன செய்யுது, டேம் ஓகே, அந்த பேபி டேமை ஸ்ட்ராங் பண்ணிட்டு டேமோட லெவலை, வாட்டர் லெவலை 152 ஆகிட்டு கொடுக்கலாம் அன்னு சுப்ரீம் கோர்ட்டு ஜட்ஜ்மெண்ட் கொடுத்துருக்கு. அப்போ சுப்ரீம் கோடதி ஒரு விஷயத்தில் ஒரு ஜட்ஜ்மெண்ட் கொடுக்கணும்னா உடனே கொடுக்காது. அப்போ அவர் எது செய்யும், எல்லா நியூஸையும் கேதர் பண்ணி அந்த நியூஸில் சத்தியம் உண்டாயிருந்தால் மாத்திரம்தான் அவர் ஜட்ஜ்மெண்ட் கொடுக்கும். அப்போது இன்னுள்ள சீஃப் ஜஸ்டிஸ் ஆஃப் இந்தியா சந்திரசூட் அன்னு 2014 முல்லைப்பெரியார் டேம் ஸ்ட்ராங் ஆகிட்டு இருக்கு. அப்போ அது சார்ந்த KT தாமஸ் ஒரு ஜஸ்டிஸ், ஒரு சீஃப் ஜஸ்டிஸ், தமிழ்நாட்டு 5 மாவட்ட மக்களோட ஒரு கடவுள். அவர் KT தாமஸ் சொல்லுது, எனக்கு டேமுக்கு கீழே வந்து ஒரு 5 ஏக்கர் பூமி கொடுங்க, நான் இங்கே விவசாயம் பண்ணி இங்கே சாப்பிடும், அப்படியாவது கேரளத்து மக்களோட பயம் போகட்டும், யாரும் பேடிக்காண்டா, டேம் பொட்டிக்காது. டேம் வந்து ரொம்ப ஹை லெவல் டெக்னாலஜி, ஹை டெக்னாலஜி, இன்னைக்கு இருக்கிற டெக்னாலஜியை மாதிரி 100 மடங்கு அதிகம் உள்ள டெக்னாலஜியை பயன்படுத்தி தான் இந்த டேம் கட்டப்பட்டிருக்கு அப்படின்னு யார் சொல்கிறா, KT தாமஸ், ஒரு மலையாள அண்ணன், எங்களுக்கு அண்ணன், அவர் கடவுள், அவர் தான் சொல்கிறாரு. சரிங்களா? அதனால் டேம் ஒரு நாளும் பொட்டிக்காது. இந்த டேமை வச்சு 2011 பிரபம், எர்ணாகுளம் ஜில்லாவில் உள்ள பிரபம் பை எலெக்ஷன், அந்த பை எலெக்ஷனுக்காகத்தான் இந்த டேம் பிரச்சனை பெருசாச்சு. இப்போ மறுபடியும் இந்த டேம் பிரச்சனை எடுக்கிறதுக்கு காரணம் கேரளத்தில் இடதுசாரிகளுக்கு அரசியல் இல்லை, பாலிடிக்ஸ் இல்லை. CPMக்கு CPIக்கும் பாலிடிக்ஸ் இல்லை. அப்போ அவர் பாலிடிக்ஸ்க்காக என்ன செய்து இந்த டேம் എടുക്കുക. ഒരു തമിഴ്നാട്ടിലെ കർഷക പ്രതിഷേധം, അതിൻ്റെ നേതൃത്വമാണ്, ഒരു പ്രതികരണമാണ് കണ്ടത്. എന്നാൽ പ്രിൻസ് ചെയ്തതിൻ്റെ വാർത്താ വിവരങ്ങളുമായി. പ്രിൻസ്, ഇതൊരു വലിയ സംഘടനയാണോ? എന്നത്തേക്കാണ് ഈ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഇവർ ആലോചിക്കുന്നത്? ഇന്ന് രാവിലെ കുമളിയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് ഇപ്പോൾ നിലവിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പെരിയാർ വൈഗൈ ഇറിഗേഷന്റെ കോർഡിനേറ്ററൊക്കെ അറിയിച്ചിരിക്കുന്നത്. 5 ജില്ലകളിലെ കർഷകർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് ഇവർ അറിയിച്ചിരുന്നത്. രാവിലെ 10 മണിയോടെ
തമിഴ്നാട്ടിലെ പെനിക്കുക്ക് സ്മാരകത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ച് കുമളിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇവരെ കേരളത്തിലെ മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കുമളിയിലേക്കുള്ള ചുരം പാതയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ തടയുമെന്നാണ് ഇപ്പോൾ നമുക്ക് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും അതിന് മുമ്പ് തന്നെ കേരളത്തിലേക്ക് കടക്കാതെ തന്നെ കേരളത്തിലെ അതിർത്തിയിലേക്ക് കടക്കാതെ തന്നെ ഇവരെ തടയാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഒരു വലിയ ഇവരുടെ രാഷ്ട്രീയ മിക്ക സമയങ്ങളിലും ഈ മുല്ലപ്പെരിയാർ വിഷയങ്ങളോടനുബന്ധിച്ച് തമിഴ്നാട്ടിലെ ചില സംഘടനകൾ ഇത്തരത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിനായും ജനകീയ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിനായും ഇത്തരം നിലപാടുകളൊക്കെ എടുക്കാറുണ്ട്. ആ ഒരു നടപടികളുടെ ഭാഗമായാണോ ഇത്തരത്തിൽ കർഷക പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതെന്നും സൂചിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട്ടിലെ അതിർത്തി ജില്ലകളിലെ പ്രത്യേകിച്ചും മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി ഉപയോഗിക്കുന്ന 5 ജില്ലകളിലെ കർഷകർ വളരെ വേഗത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കാറുണ്ട്. ഏത് സംഘടനയാണെങ്കിൽ പോലും അവർ വളരെ വേഗത്തിൽ വൈകാരികമായി തന്നെ ഈ വിഷയങ്ങൾ പ്രതികരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നീക്കം വലിയ ഗൗരവത്തോട് തന്നെയാണ് കാണേണ്ടതും. വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നാളുകളിൽ നീങ്ങാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് മുൻകൂട്ടി കണക്കിലെടുക്കേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ഇടയിൽ മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി നേടിയിരുന്നു. അപ്പം ഈ അണക്കെട്ട് പുതിയ 128 വർഷമായ അണക്കെട്ടിന്റെ കാലപ്പഴക്കം പരിഗണിച്ച് ഇത് പൊളിച്ചു കളഞ്ഞ് പുതിയ അണക്കെട്ടുകൾ നിർമ്മിക്കണമെന്നും ഇതിന്റെ താഴെ പുതിയ അണ നിർമ്മിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അനുമതി തേടിയത്. എന്തായാലും ഈ സമയങ്ങളിൽ ജലം സംഭരിക്കാൻ കേരളത്തിൽ ഈ അണക്കെട്ട് നിർമ്മിക്കുന്ന കാലയളവിലും അതിനുശേഷവും തമിഴ്നാടിന് വെള്ളം നൽകുമെന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ അനുമതി നിവേദനത്തിൽ കേരളം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് നിവേദനം കേരള പരിസ്ഥിതി മന്ത്രാലയം കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ സമിതിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ വിലയിരുത്തൽ സമിതി 28-ന് ഇത് സംബന്ധിച്ചൊരു യോഗം ചേരുന്നുണ്ട്. ഈ ഒരു യോഗത്തിന്റെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ കർഷക സംഘടനകൾ. പ്രിൻസ്, ഒരു കാര്യം, ഈ പെരിയാർ വൈഗൈ ഇറിഗേഷൻ അഗ്രികൾച്ചറൽ അസോസിയേഷൻ ഇത് ഒരു പൂർണ്ണമായും ഒരു കർഷക സംഘടനയാണോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതൃത്വവുമായി അഫിലിയേറ്റഡ് ആയിട്ടുള്ള സംഘടനയാണോ? ഒരു കർഷക സംഘടന എന്ന നിലയിലാണ് നിലവിൽ ഈ സംഘടന പ്രവർത്തിക്കുന്നത്. എന്തായാലും ഈ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ തമിഴ്നാട്ടിലെ 5 ജില്ലകളിലുള്ള ചില കർഷക സംഘടനകളും ചില രാഷ്ട്രീയ സ്വാധീനമുള്ള ചെറുകിട രാഷ്ട്രീയ സംഘടനകളൊക്കെ വളരെ വേഗത്തിൽ ജനകീയ ശ്രദ്ധ തേടാൻ വേണ്ടി ഇത്തരം വിഷയങ്ങളിലൊക്കെ മുൻപും ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു നടപടികൾ പ്രത്യേകിച്ചും വൈകാരികമായി തമിഴ്നാട്ടിലെ കർഷകർ ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറുണ്ട്. വലിയ വേഗത്തിൽ തന്നെ ജനങ്ങളിലേക്ക് ഇത് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവത്തോട് തന്നെയാണ് കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒപ്പം തമിഴ്നാട് പോലീസും തമിഴ്നാട് സർക്കാരും ഈ ഒരു വിഷയത്തിൽ അങ്ങനെ തന്നെ കാണുമെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം വലിയ വേഗത്തിൽ വൈകാരികത മുൻപും ഒക്കെ മുല്ലപ്പെരിയാർ വിഷയം ഉണ്ടായപ്പോഴും ഇതുപോലെയുള്ള കടലാസ് കർഷക സംഘടനകളൊക്കെയുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും അത് വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലോടെ വേണം ഇക്കാര്യങ്ങളിലൊക്കെ മുൻകരുതൽ എടുക്കാൻ എന്നുള്ളത് ഈ സംസ്ഥാനങ്ങൾക്കും ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കേരള അതിർത്തി തമിഴ്നാട് അതിർത്തിയിൽ നിരവധി ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ഇരു സംസ്ഥാനങ്ങളിലേക്കും പോകുന്ന സാഹചര്യം, തൊഴിലാളികളടക്കം ഇരു സംസ്ഥാനങ്ങളിലേക്കും വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം സംഘടനകളുടെ പ്രത്യേകിച്ചും വൈഗൈ ഇറിഗേഷൻ പോലെയുള്ള സംഘടനകളുടെയൊക്കെ നടപടികൾ സംശയത്തോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകമായി ആളുകൾ ശ്രദ്ധ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ഇത്തരം സംഘടനകൾ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കരുതാൻ. ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന് കുമളിയിലേക്ക് ഒരു മാർച്ച് നടത്താനുള്ള ആലോചനയാണ് ഈ പെരിയാർ വൈഗൈ അഗ്രികൾച്ചറൽ സംഘത്തിന്റെ ശ്രമം. അത് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ശ്രമം, അതിന് വിരുദ്ധമായിട്ടാണ് ആ പ്രക്ഷോഭം. പ്രേക്ഷകരും അതിൽ കമന്റ് ചെയ്യുന്നുണ്ട്. പ്രഭാഷ്, ന്യൂസ് 18, നമസ്കാരം പ്രഭാഷ്. മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ജനങ്ങളെ മുഴുവൻ വിഴുങ്ങി കഴിയുമ്പോൾ സർക്കാരുകൾ ഉണരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പ്രഭാഷ്, ഇതൊക്കെ എല്ലാവരും ആശങ്കകൾ പലതരത്തിലാണ്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ആശങ്ക, ആ ജില്ലയിൽ ഉള്ള കർഷകരുടെ ആശങ്ക, അവരുടെ കൃഷി അവർ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു ഡാമാണ്. അപ്പോൾ ആ വെള്ളം കിട്ടുമോ എന്നുള്ള ആശങ്ക, അങ്ങനെ പലതരത്തിലുള്ള ആശങ്കകൾ. എന്നാലും എല്ലാം രമ്യമായി പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കൊട്ടേഷൻ സംഘാംഗം ചരൽ ഫൈസൽ ചെർപ്പളശ്ശേരിയിൽ അറസ്റ്റിലായി. കൊട്ടേഷൻ നേതാവ് അനസ് പെരുമ്പാവൂരിന്റെ അനുയായിയാണ്. 5 ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ചരൽ ഫൈസൽ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. ഫൈസൽ നിരവധി കവർച്ചാ കേസുകളിലും പിടികിട്ട പുള്ളിയാണ്. ഫൈസലിനെതിരെ കാപ്പ ചുമത്തിയേക്കും. എസ് വിനേഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനേഷ്, എവിടെ വെച്ചാണ് പിടികൂടിയത്? എത്തരത്തിലാണ് ഇയാൾ അകത്താകുന്നത്?
എൽദോ നിരവധി കേസുകളിൽ പ്രതിയായ കൊട്ടേഷ സംഘ തലവനാണ് ചരൽ ഫൈസൽ. ചരൽ ഫൈസലിനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കവർച്ചാ കേസുകളിലാണ് പ്രധാനമായും. നമുക്കറിയാം, രാമനാട്ടുകരയിലെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനി കൂടിയാണ് ഇയാൾ. കോഴിക്കോട് മലപ്പുറം കൊണ്ടോട്ടി ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം. ചെർപ്പുളശ്ശേരി പോലീസ് ഇയാളെ മലപ്പുറത്ത് വെച്ചാണ് പിടികൂടിയിരിക്കുന്നത്. വാഹനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ കോയമ്പത്തൂർ സ്വദേശിയിൽ നിന്ന് 5 ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് നെല്ലായ പട്ടിശ്ശേരി ചരലിൽ ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മലപ്പുറത്ത് വെച്ച് ചെർപ്പുളശ്ശേരി CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഫൈസലിന്റെ സുഹൃത്തായ നെല്ലായ പൊട്ടച്ചിറ സ്വദേശി മുഹമ്മദ് സലീമിന്റെ താർ ജീപ്പ് 10 ലക്ഷം രൂപയ്ക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് സലീം എന്ന ആളിൽ നിന്ന് പണവും വാഹനവും തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് ഇയാൾ 5 ലക്ഷം രൂപയും വാഹനവും ചരൽ ഫൈസലും സംഘവും തട്ടിയെടുത്ത് എന്നാണ് പരാതി. എന്തായാലും ഈ എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ പല സ്ഥലങ്ങളിലായി ഇയാൾ ഈ ചരൽ ഫൈസൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. മാത്രമല്ല, കൊട്ടേഷൻ എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘ തലവനായ അനസ് പെരുമ്പാവൂർ ഇപ്പോൾ ദുബായിലാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കൊട്ടേഷൻ സംഘങ്ങളെ കുറിച്ച് തുടർച്ചയായി പരമ്പര ചെയ്യുന്നുണ്ട്. അതിലെ അനസ് പെരുമ്പാവൂരിന്റെ അടുത്ത അനുയായി എന്നുള്ള രീതിയിലാണ് ചരൽ ഫൈസലിനെ അറിയപ്പെടുന്നത്. എന്തായാലും ചരൽ ഫൈസൽ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി പോലീസ് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. 2021 രാമനാട്ടുകരയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സ്വർണ്ണക്കടത്തുകാരെ ആക്രമിച്ച കേസിലും പ്രതിയാണ് ഫൈസൽ. അതുകൊണ്ട് തന്നെ 16 ലക്ഷം, അത് മഞ്ചേരിയിൽ കുഴൽപ്പണ വിതരണക്കാരനെ ആക്രമിച്ച് 16 ലക്ഷം തട്ടിയെടുത്ത കേസിലും ഇയാൾ പ്രതിയാണ്. ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്നാണ് നമുക്ക് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശരി, വിനേഷാണ് വിവരങ്ങൾ പങ്കുവച്ച്. ചരൽ ഫൈസൽ പിടികിട്ടാ പുള്ളിയാണ്, കാപ്പ ചുമത്തിയേക്കും എന്നുള്ളതും വിനേഷ് റിപ്പോർട്ട് ചെയ്യുന്നു പാലക്കാട് നിന്ന്. കൂടുതൽ വാർത്തകളിലേക്ക് ഒക്കെ തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. യിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് സുനി തന്നെ, അനിമോൻ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ പ്രതിപക്ഷത്തിന് വീണ്ടും ഒരു ആയുധം കിട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അത് കൃത്യമായി തന്നെ ജൂൺ 10-ാം തീയതി തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ വ്യക്തമായി പരാമർശിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നേരത്തെ ഈ വിവാദം ഉണ്ടായ ദിവസം തന്നെ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെക്കണമെന്ന നിലപാടിലായിരുന്നു കോൺഗ്രസ്. സ്വാഭാവികമായി ഇത്തരമൊരു ഈ ചർച്ചകൾ കൂടി, അതായത് മദ്യനയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ടൂറിസം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട് എന്ന കാര്യങ്ങൾ വ്യക്തമായ തെളിവുകളോടെ പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ ടൂറിസം മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധം കടുപ്പിക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ബാർക്കോഴ ആരോപണത്തിൽ മലക്കം മറഞ്ഞ ആരോപണം ഉന്നയിച്ച അനി രംഗത്ത് വന്നത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസമായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിലാണ് പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നത്. പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് സർക്കാരിന്റെ വാദം പൊളിയുന്നു. ടൂറിസം വകുപ്പ് കഴിഞ്ഞ ചൊവ്വാഴ്ച വിളിച്ച ഓൺലൈൻ യോഗത്തിന്റെ വിവരങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ അജണ്ട മദ്യനയമായിരുന്നു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഇതുവരെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രധാനമായും മന്ത്രി എം പി രാജേഷ് പറഞ്ഞുകൊണ്ടിരുന്നത്, പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും നടന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് പണം ആവശ്യപ്പെട്ട് എന്നുള്ള വാദങ്ങളൊക്കെ വരുന്നതെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വാക്കുകളൊക്കെ ഇവിടെ പൊളിയുകയല്ലേ നടക്കുന്നത്? ഭവ്യ, ഈ വിവാദമായ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ CPMന്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു എക്സൈസ് മന്ത്രി കൂടിയായ MP രാജേഷ് സെക്രട്ടേറിയറ്റിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും മദ്യനയവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കിയത്. പക്ഷേ ഒരുപക്ഷെ മന്ത്രി അറിയാതെയോ അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചുവെക്കുകയോ ചെയ്ത തരത്തിൽ മോർണിംഗ് വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ജസ്റ്റിസ് CS ഡയസ് ആണ് 13 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. CBI കേസ് ഡയറി
ഹൈക്കോടതിയിൽ ഇന്ന് ഹാജരാക്കിയേക്കും. കേസിൽ അന്തിമ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ കസ്റ്റഡി തുടർന്ന് ആവശ്യമില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ഹർജിക്കാരുടെ വാദം. നടിയെ ആക്രമിച്ച കേസിന്റെ പശ്ചാത്തലത്തിൽ കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ സർക്കുലർ പുറപ്പെടുവിക്കണം എന്നുള്ള ഒരു ഉപഹർജി സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. അത് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കോടതികളുടെ ചുമതലയുള്ള രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഡയറക്ടറോടും കോടതി റിപ്പോർട്ട് തേടി. ജസ്റ്റിസ് കെ ബാബുവാണ് ഹർജി പരിഗണിക്കുന്നത്. ബാർക്കോഴ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങാനിരിക്കെ പ്രതിഷേധം ഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷം. നിയമസഭാ സമ്മേളനത്തിന് മുൻപ് തന്നെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങളിലാണ് UDF. ഡാൻ കുര്യൻ നൽകും വിവരങ്ങൾ. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങാനിരിക്കെയാണ് ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടത്താനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷവും കടക്കുന്നത്. UDF ഏകോപന സമിതി യോഗത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ചുകൊണ്ട് അന്വേഷണം നേരിടുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഉയർന്നു വന്നത്. സ്വാഭാവികമായി നിയമസഭാ സമ്മേളനത്തിന് കാത്തുനിൽക്കാതെ അതിനു മുൻപ് തന്നെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുക. സ്വാഭാവികമായി ടൂറിസം ഡയറക്ടറുടേതെന്ന പേരിൽ ഈ മദ്യനയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 21-ാം തീയതി യോഗം വിളിച്ചിരുന്നു എന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ കൂടി പ്രചരിക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായി അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം തന്നെയാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം ടൂറിസം മന്ത്രി, അതായത് ടൂറിസം മന്ത്രി എന്തിനാണ് എക്സൈസ് മന്ത്രി നടത്തേണ്ട കാര്യങ്ങളിൽ ഇടപെട്ട് ടൂറിസം ഡയറക്ടർ മുഖേന അത്തരമൊരു മീറ്റിംഗ് വിളിച്ചത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. സ്വാഭാവികമായി എക്സൈസ് മന്ത്രിക്ക് പുറമെ ടൂറിസം മന്ത്രിയെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. KSU സംസ്ഥാന ക്യാമ്പിലെ തമ്മിലടി ഏറ്റുപിടിച്ച് കോൺഗ്രസ് നേതാക്കൾ. ക്യാമ്പ് അലങ്കോലപ്പെടുത്താൻ ബോധപൂർവമായ നീക്കമാണ് ഉണ്ടായത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. അതേസമയം സംഘർഷത്തിന് തുടക്കമിട്ടവർക്കെതിരെ സംഘടനാതല നടപടിയുണ്ടായേക്കും. 3-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയവർക്കെതിരെയും നടപടി വേണം എന്നാണ് KSU സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. മാസപ്പടി കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഹർജിയിൽ ജസ്റ്റിസ് ടി രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഇന്ന് വാദം കേട്ടേക്കും. CMRL MDയെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ED ഇന്ന് കോടതി അറിയിക്കും. CMRL സീനിയർ ഓഫീസർ അഞ്ജു M കുരുവിളയെ രാത്രി തടഞ്ഞുവെച്ച് ചോദ്യം ചെയ്തതിലും ED വിശദീകരണം നൽകും. ED സമൻസ് ചോദ്യം ചെയ്ത് CMRL MD SN ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. EDയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ശശിധരൻ കർത്തയുടെ ആവശ്യം. സീനിയർ ഓഫീസർ അഞ്ജു M കുരുവിളയെ രാത്രി മുഴുവൻ തടഞ്ഞുവെച്ചത് നിയമവിരുദ്ധമാണ് എന്നാണ് CMRLന്റെ മറ്റൊരു വാദം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ ബന്ധുക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കേസിനെ കുറിച്ചുള്ള പോലീസ് റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ രാഹുലിന്റെ അമ്മ ഉഷ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കേസിൽ രാഹുലിന്റെ അമ്മ ഉഷ, സഹോദരി കാർത്തിക എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. നൃത്താധ്യാപിക സത്യഭാമയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇത് വീണ്ടും പരിഗണിക്കുകയാണ്. നർത്തകൻ RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ കേസിലാണ് മുൻകൂർ ജാമ്യം തേടിയിട്ടുള്ളത്. ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ സംബന്ധിച്ച പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർക്കുന്ന സ്നേഹസദസ്സ് ഇന്ന് കോഴിക്കോട് നടക്കും. വൈകിട്ട് 3 മണിക്ക് ഈ പരിപാടി നടക്കും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മുഖ്യാതിഥിയായിരിക്കും. വിവിധ ജില്ലകളിൽ നടന്ന സുഹൃത്ത് സംഗമത്തെ സംബന്ധിച്ച പ്രമുഖ വ്യക്തിത്വങ്ങൾ വിശിഷ്ട അതിഥികളായി എത്തും. സുഹൃത്ത് സംഘങ്ങളുടെ വിവരങ്ങളുമായി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലർമാരും ജില്ലാ ഭാരവാഹികളും പോഷക സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്.
തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ച് ഓഡിഷൻ തട്ടിപ്പ്. ദുൽഖറും വിക്രമും അഭിനയിക്കുന്ന സിനിമയിൽ അവസരമുണ്ടെന്ന് പരസ്യം നൽകി ആളുകളെ എത്തിക്കുകയായിരുന്നു. 200 രൂപ വീതം ഓരോരുത്തരിൽ നിന്നും പിരിച്ചെടുക്കുകയും ചെയ്തു. പ്രതികൾ മുൻപും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും സൂചനയുണ്ട്. പരാതി ഉയർന്നതിനെ തുടർന്ന് ഇവർ അതുവരെ ലഭിച്ച പണവുമായി കടന്നു കളഞ്ഞു. ടർബോ സിനിമ വിവാദത്തിൽ മറുപടിയുമായി VK പ്രശാന്ത് MLA. FB പോസ്റ്റിന്റെ പേരിൽ തന്നെ വേട്ടയാടാനുള്ള ശ്രമം രാഷ്ട്രീയ വൈരം കൊണ്ടാണെന്ന് പ്രശാന്ത് ന്യൂസ് 18നോട് പറഞ്ഞു. വിമർശിച്ചവർക്ക് സിനിമ കണ്ടു തന്നെ മറുപടി നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങിയിരിക്കെ ടർബോ സിനിമയെക്കുറിച്ച് MLA ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഴ തകർത്ത് പെയ്യുകയാണ്. വലിയ തരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. അതിനിടയിൽ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് അദ്ദേഹം ടർബോ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് വ്യാപകമായ രീതിയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു. ഏറ്റവും ഒടുവിൽ VK പ്രശാന്ത് തന്നെ ടർബോ സിനിമ കാണാൻ മാൾ ഓഫ് ട്രാവൻകൂറിൽ എത്തിയിരിക്കുകയാണ്. വലിയ മഴയാണ്, പുറത്ത് വെള്ളക്കെട്ടുണ്ടെന്നും പറയും. അപ്പോൾ അതിനിടയിൽ താങ്കൾ ഈ ടർബോ സിനിമ കാണാൻ എത്തുന്നതിനെതിരെ വിമർശനവും വരുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കും? അല്ല, ഈ തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർക്കാണ് ഇത് മുങ്ങി എന്നുള്ള ഒരു ധാരണ പരത്താൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ പ്രതിദാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലടക്കം വെള്ളപ്പൊക്കത്തിൽ ആണ്ടുപോയ പല സ്ഥലങ്ങളിൽ ഇപ്പൊ വെള്ളപ്പൊക്കം ഇല്ല. അപ്പോ ഇനി വെള്ളപ്പൊക്കം വന്നാൽ തന്നെ പൊതുപ്രവർത്തകരും മറ്റുമൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഞാൻ പ്രളയ സമയത്ത് ഇവിടുത്തെ മേയറായിരുന്നു. ആ സമയത്ത് കൂടിയ ചെറുപ്പക്കാരെ പാട്ടുകൊണ്ടും ഡാൻസ് കൊണ്ടും നൃത്തം കൊണ്ടും ഒക്കെ കൂട്ടി നിർത്തിയാണ് ആ പ്രളയ സമയത്തെ മുഴുവൻ ചുമതലകൾ നമ്മൾ നിർവഹിച്ചത്. അതുകൊണ്ട് ചില അസ്വസ്ഥരാകുന്ന ആൾക്കാർ അസ്വസ്ഥരായിക്കോട്ടെ, അങ്ങനെ അസ്വസ്ഥത കൂട്ടാൻ വേണ്ടി കൂടിയാണെന്ന് നേരിട്ട് സിനിമ കാണാൻ വരുന്നത്. അപ്പോ വിമർശിച്ചവർക്കുള്ള ഒരു മറുപടിയാണോ? വിമർശിച്ചവർക്കുള്ളൊരു മറുപടിയാണ്. ഇപ്പൊ ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഈ പറഞ്ഞവർക്കാർക്കും ഒരു പ്രയാസവും. ടർബോ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പ്രയാസം വന്നത്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി അസ്വസ്ഥത കൂട്ടാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് സിനിമ കാണാൻ വേണ്ടി വന്നത്. ഒരു കാര്യം കൂടെ, മമ്മൂട്ടി ഫാനാണോ? അതുകൊണ്ടാണോ ഈ ടർബോ തന്നെ തെരഞ്ഞെടുത്തത്? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ എന്റെ ഇഷ്ട താരങ്ങൾ മമ്മൂട്ടി മോഹൻലാലുമാണ്. തിരുവനന്തപുരംകാരെന്ന നിലയിൽ മോഹൻലാലിനോടൊപ്പം സ്നേഹം കൂടുതലുമുണ്ട്. അപ്പൊ എന്നാൽ പോലും മലയാളത്തിന്റെ അല്ലെങ്കിൽ അറിയുന്ന ലോകം അറിയുന്ന ഒരു നടനെ ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാർശ്വവൽക്കരിക്കാനും ഒക്കെ ഒരു ശ്രമം നടന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്ത FB പോസ്റ്റിനകത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രതികരണങ്ങൾ പോസിറ്റീവാണ്. ഒരു വിമർശനവുമില്ല. ചില BJPയുടെ സുഹൃത്തുക്കളാണ് വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ആ അസ്വസ്ഥത ഒന്നുകൂടെ കൂട്ടുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ സിനിമകളുടെ ലക്ഷ്യം. അപ്പൊ എന്തായാലും വൈകിപ്പിക്കുന്നില്ല, കാണുക, ആസ്വദിക്കുക. VK പ്രശാന്ത് MLAയാണ് പ്രതികരിച്ചത് ഡാൻ കുര്യനോട്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ബിബിന്ദ സംവിധാനം ചെയ്ത ചിത്രമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. പ്രേക്ഷകരുടെ കൈയടി നേടി നിറഞ്ഞ സദസ്സിൽ ചിത്രത്തിന്റെ പ്രദർശനം തുടരുകയാണ്. ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ന്യൂസ് 18 സംഘത്തിനോടൊപ്പം ചേരുകയാണ് പ്രിയ താരം. കോമഡി ക്ലബ്ബുകളിൽ കയറുക എന്നുള്ളത് മലയാള സിനിമയുടെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ആ ട്രെൻഡിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രവും. ഈ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, സാഫ്, അഖിൽ കവലൂർ. 4 പേർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പലനടയിൽ അങ്ങനെ 50 കോടി പിന്നിട്ട് 100 കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. ഈ ഒരു സന്തോഷം എന്ത് തോന്നുന്നു ഈ നിമിഷം? ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു ഹിറ്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്താണ്, അത് തന്നെ എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ ഭാഗമാകുന്നത്? അത് ഡയറക്ടർ വിജയനാണ് വിളിച്ചത്. ദിവിചേട്ടൻ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ നമുക്ക് കണക്ട് ആവുന്ന, എപ്പോഴും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കല്യാണം വെച്ചിട്ടുള്ളൊരു സ്റ്റോറി. അപ്പോൾ പിന്നെ ഇത്രയും സ്റ്റാർ കാസ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആവുമല്ലോ. അപ്പോൾ അതിൽ വന്നു. ആദ്യം പടം നല്ല രീതിയിൽ ഹിറ്റായി. നമ്മളെ പരിപാടികളൊക്കെ എല്ലാവരും എടുത്ത് പറയുന്നു. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. എനിക്കൊന്ന് അഭിനയിക്കാനൊക്കെ തുടങ്ങിയിട്ട് ഈ ഒരു സിനിമയിൽ ഈ ഒരു ക്യാരക്ടറൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം എങ്ങനെയാണ്? ഇപ്പം ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അയ്യോ പേരൊക്കെ വിളിച്ചിട്ട് ഇല്ല, ആളുകളുടെ മഴ ആയതുകൊണ്ട് അങ്ങനെ അധികം ആളുകളുടെ അടുത്തോട്ട് എത്തുന്നില്ല. സന്തോഷമുണ്ട്. എല്ലാവരും വിളിക്കാറുണ്ട്. നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിലും പടം കണ്ടിട്ട് വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഗുരുവായൂരമ്പലം കണ്ടിരുന്നു, നന്നായിട്ടുണ്ടെന്നൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാരൊന്ന് പറയും.
സന്തോഷം. ഈ ഡോക്ടറിനെയാണ് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു, ഒരു സൈക്കോ ഡോക്ടർ. എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും ഒക്കെ റെഫറൻസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു? ഇല്ല, വിപിൻ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു നോർമലായിട്ട് ഉള്ള ഒരാളല്ല, നമുക്ക് ഊഹിക്കല്ലോ. നോർമലായിട്ട് വിപിൻ ചേട്ടൻ പറഞ്ഞു നോർമലായിട്ട് നീ അങ്ങ് ചെയ്താൽ മതി. അബ്നോർമൽ ആയിട്ടുള്ള ആളാണ്. അപ്പം നമുക്ക് കുറച്ച് പരിപാടി മനസ്സിലുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തു. തിയേറ്ററിൽ പ്രേക്ഷകർക്കൊപ്പം ഈ സിനിമ കണ്ടപ്പോ എന്താ തോന്നിയത്? കാരണം ആ ഒരു കോമഡി സീൻ, ആ തത്തയുടെയൊക്കെ സീനൊക്കെ കണ്ടിട്ട് എല്ലാരും ഭയങ്കര ചിരിയായിരുന്നല്ലോ. ആ സമയത്ത് എന്തായിരുന്നു? സ്വാഭാവികമായിട്ട് ഒരു അഭിമാനമായിരിക്കും തോന്നുന്നത്. അഭിമാനം, അതിന്റെ ഒരു സന്തോഷം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജീവിതമാണ്. അപ്പം എനിക്കത്, ഞാൻ ഒരു ഹാപ്പിയാണ്. അത് ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ്. നിന്റെ ജീവിതം ബേസിന്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ ഒത്തിരി പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതാണ്. പൃഥ്വിരാജ് ആയാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വ്യത്യസ്തമായിട്ടൊരു ഒരു ക്യാരക്ടറിൽ വന്നു. അവർക്കൊപ്പം ഒക്കെ ഉള്ളൊരു അഭിനയം എങ്ങനെയായിരുന്നു? അവരെല്ലാരും ചില്ലായിരുന്നു കൂടെ ചെയ്തപ്പോഴും. എനിക്ക് ബേസിലേട്ടൻ ഫാലിമിയിൽ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു അന്ന് മുതലേ പരിചയമുണ്ട്. ഇവിടെ വന്നപ്പോഴും വിവിൻചേന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ പേര്, ബേസിലേട്ടൻ. കമ്പനിയാണ് നമ്മളത്. അറിയാം. അപ്പം ഒരു സീൻ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം അമ്പല നടയിലെ സീനിലൊക്കെ ചേട്ടനും കൂടെ ഇൻവോൾവ് ആയി കുറച്ച് കൗണ്ടറൊക്കെ പറഞ്ഞു തന്നിട്ടാണ് സീനൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാവരുമായിട്ടൊക്കെ ഭയങ്കര മിങ്കിളായി പുള്ളി. എനിക്ക് നിങ്ങൾക്കിടയിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളും ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒന്നിച്ചു പോകുന്നത്. ജോമോനും കുറെ കാലമായി ഒരുമിച്ച് തുടങ്ങിയിട്ട്, ഞങ്ങൾ രോമാഞ്ചത്തിൽ തുടങ്ങിയതാ, ഇപ്പോഴും ഉണ്ട്. സിനിമയിലൂടെ കിട്ടിയ സുഹൃത്താണ് അത്. അതെ, ഞങ്ങളിപ്പോഴും ഭയങ്കര ചില്ലാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിയും, കാര്യം പറച്ചിലും. കൊച്ചിയിലുണ്ടെങ്കിൽ എന്തായാലും മീറ്റ് ചെയ്യും. അതൊരു അടിപൊളി. നിങ്ങൾക്കിടയിൽ ഇപ്പൊ ഈ ഒരു ഭയങ്കര തമാശയും കൗണ്ടറടിയും, അപ്പൊ ഷൂട്ടിൽ സെറ്റിലും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലേ? സ്ക്രീനിൽ കാണുന്നതിനേക്കാളും കൂടുതലാണ് ഓഫ് സ്ക്രീനിൽ. കാരണം അവിടെ എല്ലാവരും കളിയാലും നന്നായിട്ട് പെർഫോം ചെയ്താൽ പോലും നമ്മൾ എന്തുപടി നമ്മളാ മോഡാണ്. കാരണം അത് ഭയങ്കര രസമാണ്. കാരണം ഞങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കും. നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്നത് സാഫാണ്. അതെ, സാഫാണ്. ചെലവും നമ്മുടെ എല്ലാ പരിപാടിയും സാഫിന് സ്വന്തമായിട്ട് കാറുണ്ട്. പിന്നെ വേറെ ആളുണ്ട് അശ്വിൻ. അശ്വിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അശ്വിനാണ് മറ്റൊരു, അവൻ ലോൺ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അശ്വിൻ എനിക്കൊണ്ട് എന്തോ ലോട്ടറി എന്തോ അടിച്ച സംശയമുണ്ട്. കാരണം ഒരു സമയത്ത് ഞങ്ങളെ ഫുഡ് എക്സ്പെൻസ് കംപ്ലീറ്റ് അവൻ എടുത്ത്, ഇവൻ പൈസ എറിഞ്ഞോണ്ടിരിക്കുന്നു. ഞങ്ങള് ഇവരിത് ഇവിടുത്തെ ഇത്രയും പൈസ ഇവര് ലോട്ടറി അടിച്ചു. ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ 100 പേർക്ക് കഴിച്ചാൽ ഞാൻ കൊടുത്തേക്കാന്നുള്ള വൈബിലാവും. ഇവരെന്താ ഞങ്ങള് പേഴ്സൊക്കെ തപ്പും. ഇനി നമ്മുടെ പേഴ്സിൽ നിന്ന് തന്നെയാണ് അവൻ പൈസ എടുത്ത് കൊടുക്കുന്നത്. ലാവിഷായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ കുറെ. അശ്വിൻ വന്നിട്ടില്ല, അവൻ ദുബായിലാന്ന് തോന്നുന്നു. ദുബായിലാണ് വ്യാജേന. എങ്ങനെയാണ് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്ക് എത്തിയപ്പോൾ ഉള്ള ഒരു മാറ്റം എങ്ങനെയാണ് തോന്നുന്നത്? കുഞ്ഞ് മിനി, അതിന്ന് ചെറുത് യൂട്യൂബ്. മറ്റേത് നമ്മളാണ് എല്ലാം ചെയ്യണേ, എഴുതണ നമ്മൾ തന്നെ, അഭിനയിക്കണ, എഡിറ്റ് ചെയ്യണ എല്ലാം നമ്മള്. ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു ക്രൂവിന്റെ കൂടെയാണ്. നമുക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യാൻ വലിയൊരു പ്രൊഡക്ഷൻ ഉണ്ട്. ഭയങ്കര ചേഞ്ച് അല്ലേ ഇത്. നമ്മള് മറ്റേത് പൈസ ചെലവൊന്നുമില്ലല്ലോ. നമ്മളെ ഫോണിൽ ചാർജ് ചെയ്യണ, എടുക്കണേ, അപ്ലോഡ് ചെയ്യണമെന്നല്ലാതെ ഇതൊരു പ്രൊഡക്ഷൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ, E4 അങ്ങനത്തെ കേട്ട് പരിചയമുള്ള ആൾക്കാരാണ് നമ്മുടെ ഒരു സിനിമ എടുക്കണത്. അപ്പൊ അതിന്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അവരൊക്കെ നമ്മളെ കാണുന്നതും ട്രീറ്റ് ചെയ്തതൊക്കെ ഭയങ്കര നമ്മളെ പിള്ളേരാന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ ട്രീറ്റ് ചെയ്തത്. അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. ഭയങ്കര ഒരു ഇത് ഫീൽ ചെയ്തില്ല, ഈസി ആയിരുന്നു. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഡയറക്ടർ തന്നെ വിളിക്കുമായിരുന്നു? നമ്മൾ 18+ ഞാൻ ചെയ്ത സമയത്ത് നമ്മളെ റൈറ്റർ ഉണ്ട് രവിചേട്ടൻ. പുള്ളിയാണ് ഇങ്ങനെ വിപിൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ. പിന്നെയാണ് എനിക്ക് വിപിൻ ചേട്ടൻ വിളിക്കുന്നത്. പുള്ളി പറഞ്ഞ ഇങ്ങനെ ഒരു ബേസിൽ അനിയൻ പരിപാടി ചെയ്യാനാണ്, അങ്ങനെയാണ് വിളിക്കുന്നത്. ബേസിലിനൊപ്പമുള്ള അഭിനയിച്ചുള്ളൊരു എക്സ്പീരിയൻസ് എല്ലാം എനിക്ക് പുള്ളിയുടെ കൂടെയുള്ള ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ഷെയർ ചെയ്തപ്പോഴൊക്കെ ഞാൻ പഠിക്കുകയാണ്. കാരണം പുള്ളി എത്ര ലൈറ്റായിട്ടാണ് ആക്ട് ചെയ്യണം നമ്മളെല്ലാവരും നോക്കി കണ്ടും പഠിക്കുകയാണ്. നമുക്കതൊക്കെ അതിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ ഇടുന്ന എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് സാധനങ്ങളൊക്കെ നമുക്ക് പുള്ളിയുടെ അടുത്ത് കുറെ പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ ഈ പടത്തിൽ കംപ്ലീറ്റ് പുള്ളീനെ ഒബ്സർവ് ചെയ്യുന്നു. പുള്ളി എങ്ങനെയാണ് ഓരോ സാധനം ചെയ്യണത്. അപ്പൊ പഠിക്കാനാണ്, പുള്ളിയുടെ ആക്ടിങ് കുറെ പഠിക്കാനുണ്ട് നമുക്ക്. ഈ ബേസിൽ പൃഥ്വിരാജ് ഈ ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ട് ഒരുപാട് സീൻസ് ഒക്കെ ചെയ്തല്ലോ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഫസ്റ്റ് എടുത്ത ഷോട്ട്? ഏതായിരുന്നു ആ സമയത്തുള്ള ഒരു ടെൻഷനും എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഞങ്ങളുടെ ഷോട്ട് എടുത്തത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ടെൻഷനായത്. കാരണം അത്രയും വലിയ പ്രൊഡക്ഷനും
എല്ലാരും ഉണ്ട്. ആദ്യത്തെ ദിവസം ഞങ്ങൾ അഭിനയം കുളമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്താക്കാനുള്ള ഒരു സാധ്യതകളുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ, അധികം ചെലവില്ലല്ലോ. ഇവരെ വെച്ച് കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറത്താക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ വെച്ച് ട്രയൽ നമ്മൾ പാസ്സായി. പിന്നെ നമ്മൾ വെച്ച് ആദ്യത്തെ എനിക്ക് ഒരു ഷെഡ്യൂളിൽ 25 ദിവസം നമ്മൾ എല്ലാവരും ആയിരുന്നു. ഞാൻ ബേസിലായിട്ട് സിജുവിന്റെ സാധനം മാത്രം ജോമോന്റെയും എടുത്തോണ്ടിരുന്നത്. പിന്നെയാണ് അടുത്ത ഷെഡ്യൂളാണ് എനിക്ക് രാജുവേട്ടന്റെയും വെറുതെ എടുത്തത്. ഈ നമ്മൾ യൂട്യൂബിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ സ്വയം സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, വേറൊരു സ്ക്രിപ്റ്റ് തരും. പ്രത്യേകിച്ച് നമുക്ക് കയ്യിൽ നിന്നിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടായിരുന്നോ? അതൊക്കെ ചെയ്യുന്നതിൽ പേടിയുണ്ടായിരുന്നോ? അതോ ഡയറക്ടർ പറയുന്നത് മാത്രം കേട്ട് അഭിനയിച്ചോ? ഇല്ല, പുതിയ ആൾക്കാരല്ലേ, നമുക്ക് അവരിത് കാണാൻ എപ്പോഴും സ്ക്രീനിൽ എങ്ങനെ വരിക എന്നുള്ള ഔട്ട്പുട്ട് വരുന്നതനുസരിച്ചാണ് അവരൊന്നും പറഞ്ഞുതരിക. നമുക്ക് എക്സ്പീരിയൻസ് ആവണല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ ബേസിലേട്ടനാണെങ്കിലും രാജേട്ടനാണെങ്കിലും ഒക്കെ അവർക്ക് അറിയാം എന്താണ് ഇടേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ലേ എനിക്ക്. ഇവരൊക്കെ പിന്നെ കുറച്ച് പടങ്ങളൊക്കെ അല്ല ഈ പറഞ്ഞ വലിയ രോമാഞ്ചമൊക്കെ ചെയ്ത ആൾക്കാർ. അപ്പൊ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ പുള്ളി പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വിനയം കൊണ്ട് ബിൽഡിംഗ് കുഴിച്ചവൻ താഴെ പോടായിരുന്നത്. രോമാഞ്ചമാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാർ കൂടുതൽ അറിഞ്ഞ ഒരു ക്യാരക്ടർ. അതിനുശേഷം വീണ്ടും ഒരു സിനിമ അതുപോലെ ആൾക്കാർ സ്വീകരിക്കുമ്പോൾ ആ ഒരു സന്തോഷം എങ്ങനെയാണ്? രണ്ടും ഹിറ്റ് പടങ്ങൾ, 2 ഹിറ്റ് പടങ്ങളുടെ തോഴൻ എന്നറിയപ്പെടാനാണ് എന്റെ ആഗ്രഹം. അല്ല അത് അങ്ങനൊക്കെ പറ. വെച്ച് പടങ്ങൾ ചെയ്യണം, പടം ഹിറ്റാവും. അത് മറ്റൊന്നും കൊണ്ടൊന്നല്ല. ഞാൻ രോമാഞ്ചത്തിന് ശേഷം കുറെ വെയിറ്റ് ചെയ്തിരുന്നു. കുറെ വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് പല പടങ്ങളും വരുന്നത് തന്നെ സെയിം ക്യാരക്ടറാണ്. ഷർട്ട് ഇടാത്തത്, ഹാൻഡ്സ് അതേപോലത്തെ. അപ്പം ഞാൻ ഓൾറെഡി അതൊരെണ്ണം ചെയ്തതുകൊണ്ട് വീണ്ടും എനിക്ക് ചെയ്യാനെ കൊണ്ട് എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് അത്ര ഇതില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഗുരുവായൂരിലേക്ക് ഇത് വരുന്നത്. വിജയൻ ആദ്യം പറഞ്ഞത് രോമാഞ്ചമായിട്ട് ഒരു ബന്ധവും ഇല്ല. രോമാഞ്ചം നീ ഭയങ്കര ഇതാണെങ്കിൽ ഇത് ഭയങ്കര ഒരു കൂട്ടുകാരൻ ഇങ്ങനെ കല്യാണം മുടക്കാൻ നടക്കുന്ന ഒരു പരിപാടി. ഭയങ്കര ഓവറുമല്ല, ഒരു നോർമൽ മീറ്ററായിട്ട് പോകുന്ന പരിപാടിയാണ്. അങ്ങനെയാണ് ചെയ്തത്. പിന്നെ ഇത് മൊത്തത്തിൽ ലുക്കാണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാം മാറ്റം ഉണ്ടായിരുന്നു. നല്ല നൈസായിരുന്നു. പിന്നെ പറഞ്ഞല്ലേ പടം ഹിറ്റാകുക എന്ന് പറയുമ്പോൾ അത്രയും പേര് കാണുന്നതുകൊണ്ടാണല്ലോ പടം ഹിറ്റാകുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം. ഈ ഒരു സിനിമയുടെ ലാസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യാൻ, അതായത് സിനിമയിൽ കാണുന്ന ലാസ്റ്റ് ആ കല്യാണത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ നേരത്ത് അത് സെറ്റാണ്. ശരിക്കും നമ്മൾ ഗുരുവായൂരിൽ പോയി ഷൂട്ട് ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് അത് ഏലൂര് സെറ്റ് ഇട്ടതാന്നൊക്കെ അറിഞ്ഞത്. നിങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അത് കണ്ടപ്പോൾ? അവിടെ സെറ്റ് കാണുമ്പോൾ ഷൂട്ടിന് രാവിലെ ഓൾറെഡി നമ്മൾ 7 മണിക്ക് എത്തുമ്പോഴേ അവിടെ രാവിലെ പാട്ടിട്ടേക്കും. ഗുരുവായൂർ അമ്പലത്തിൽ ഇട്ടുന്ന പോലെ പാട്ടിട്ടേക്കും. പിന്നെ അതുപോലെ തന്നെ ആ സെറ്റിൽ ആ പഴക്കൊല, തട്ടം, താലം ഇതെല്ലാം ഓൾറെഡി കാണും. അമ്പലത്തിന്റെ അതേ വൈബും തിരികെ എത്തിച്ച് വെച്ചാൽ അതേ ആംബിയൻസ് ആണ്. പിന്നെ ഈ അമ്പലത്തിൽ കല്യാണത്തിന് വരുന്ന കോസ്റ്റ്യൂമിലുള്ള ആർട്ടിസ്റ്റുകളുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും ആകുമ്പോൾ സെയിം ഒരു അമ്പലത്തിന്റെ വൈബ് തന്നെയാണ്. ബേസിൽ കല്യാണ ഡ്രസ്സിൽ, അനശ്വര കല്യാണ ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ സെയിം നമുക്കങ്ങനെ ഒരു ഷൂട്ട് അല്ലെങ്കിൽ സെറ്റിന്റെ മുമ്പ് നിൽക്കണം എന്നുള്ളൊരു ഫീൽ വരില്ല. സെയിം അവിടെ അത്രയും ക്രൗഡിൻ്റെ നിൽക്കുമ്പോൾ ഉള്ള ഭയങ്കര വൈബായിരുന്നു. ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഒരു 21 അല്ലേ, ഒരു അറൗണ്ട് 24 ദിവസം നമ്മളവിടെ ക്ലൈമാക്സ് സീൻ ഷൂട്ടിനുണ്ടായിരുന്നു. അത്ര ദിവസം ഈ സെയിം കോസ്റ്റ്യൂം ഇട്ട് തന്നെയല്ലേ എല്ലാ ദിവസവും? 4 കാണും, 4 ജോഡി കാണും ഡ്രസ്സ്. അതൊക്കെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് അശ്വതി ചേച്ചിക്കും ആ ടീമിനുമാണ് ക്രെഡിറ്റ്സ് മൊത്തം. കാരണം ഇത്രയും പേര് അതായത് എനിക്ക് പോലെ എല്ലാവർക്കും ഒരു കോസ്റ്റ്യൂമിന് 4 ഡമ്മിയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർക്കും. അത് അവരെ വാഷ് ചെയ്ത് പിന്നെ അടുത്ത ദിവസം അടുത്തിടും. കീറിപ്പോയിട്ടുണ്ട്. ഈ അടി ആയതുകൊണ്ട്, ഫൈറ്റ് ആയതുകൊണ്ട് ഇതെല്ലാം കീറിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവരെല്ലാവരും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ക്രൂ പണിയെടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് കിട്ടാൽ മതി. പക്ഷെ ഇത് കഴുകുക, ഉണക്കുക, അത് കറക്റ്റായിട്ട് തരുന്നു. 2 ആർട്ടിസ്റ്റല്ലോ, മെയിൻ ആർട്ടിസ്റ്റിൽ 17ഓളം പേര് മെയിൻ ആർട്ടിസ്റ്റിലുണ്ട്. ബാക്കി ജൂനിയേഴ്സ് ഉണ്ട്, പിന്നെ ബാക്കി സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ ഇത്രയും പേരെ കോസ്റ്റ്യൂം നോക്കണ്ടേ, കണ്ടിന്യൂറ്റി. 1500 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും വലിയ പരിപാടിയല്ലായിരുന്നു. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് വരുന്നത് എങ്ങനെ ഇതിന്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്ത് അത് ബിജുചേട്ടനെ ടീമിനെ സമ്മതിക്കണം. ഇത്രയും ദിവസത്തെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന ഭയങ്കര ഒറ്റയ്ക്കായ അവസ്ഥയാണ്. കാരണം 1500 പേരെ നടക്കുകയാണ് നമ്മൾ. ഇത്രയും ദിവസം ഇത്രയും ബഹളം നമ്മൾ എന്നും കേൾക്കുന്നതാണ്. വീട്ടിൽ ചെന്നപ്പോ ആരും ഇല്ല, മറ്റേ എല്ലാം ശൂന്യത. അപ്പം യോഗി ബാബു ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറായിട്ട് എത്തുന്നുണ്ട്. അദ്ദേഹവുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആൾക്കൊപ്പം അഭിനയിച്ചപ്പോഴുള്ളൊരു എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര രസമാണ്. പിന്നെ നമ്മള് ക്രിക്കറ്റൊക്കെ കളിച്ചു. നമ്മളെല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ചില്ലാണ്. പുള്ളിയുടെ കൂടെ ഒരു 8 പേരുണ്ട് പുള്ളിയെ നോക്കാനായിട്ട്. അപ്പൊ നമ്മളവിടെ ഇടയ്ക്ക് പോയി സംസാരിക്കും. പുള്ളി ഗ്രീൻ ആപ്പിളും പരിപാടിയൊക്കെ നമുക്ക് തരും, കഴിക്കും. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലുള്ള നല്ല ചിത്രങ്ങളും കോടി ക്ലബ്ബുകളിൽ വീണ്ടും വീണ്ടും കയറട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സിനിമകൾ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. നവമിയോടൊപ്പമാണ് ഗുരുവായൂർ അമ്പലനടയിലെ സ്ക്രീനിന് മുന്നിലെത്തിയ നടന്മാർ പ്രതികരിച്ചതെന്നാലും നമ്മൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഇടുക്കി കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഭ്രമരം പോയിന്റ്. കോടമഞ്ഞിൻ്റെയും മലനിരകളുടെയും മനോഹര കാഴ്ച കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്.
ആപ്പിളും സ്ട്രോബെറിയും ഒക്കെ വിളയുന്ന പഴത്തോട്ടങ്ങൾ മാത്രമല്ല, കാന്തല്ലൂരിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. മുനിയറകളുള്ള ആനക്കോട്ടപ്പാറയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചാരികൾ ധാരാളമായി എത്തുന്നു. കാന്തല്ലൂരിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മറ്റൊരു ഇഷ്ടകേന്ദ്രമാണ് ഭ്രമരം പോയിന്റ്. ട്രീ ഹൌസുകളും ചെറുകുടിലുകളും കോടമഞ്ഞിന്റെയും മലനിരകളുടെയും കാഴ്ചകളും വൈകുന്നേരങ്ങളിലെ സൂര്യാസ്തമയ കാഴ്ചകളുമെല്ലാം ഭ്രമരം പോയിന്റിനെ മനോഹരമാക്കുന്നു. ഇവിടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ജീപ്പ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, പിന്നെ കുടിക്കാൻ വെള്ളം നല്ല സൗകര്യമുണ്ട്, പിന്നെ ചായക്കട, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ തൈലം, പുൽത്തൈലം, പിന്നെ തേന്, ഇതുപോലത്തെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ പോയാൽ നമുക്ക് താഴെയുള്ള സ്ഥലം മൊത്തം കാണാം, നല്ല വ്യൂ ഉണ്ട്. ദിവസവും നിരവധി ട്രക്കിംഗ് ജീപ്പുകളാണ് സഞ്ചാരികളുമായി ഇവിടെ എത്തുന്നത്. മധ്യവേനൽ അവധി ആരംഭിച്ചതു മുതൽ ആയിരക്കണക്കിന് സഞ്ചാരികൾ ഇതിനോടകം ഭ്രമരം പോയിന്റിലെത്തി മടങ്ങി. അവധിക്കാലം അവസാനിക്കും വരെ ഈ തിരക്ക് തുടരാനാണ് സാധ്യത. ന്യൂസ് 18 കാന്തല്ലൂർ. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ കാസർഗോഡ് പടന്ന തടിയൻ കോവലിലെ വീട്ടമ്മമാർക്ക് പുരസ്കാരം ലഭിക്കും. പരിസര ശുചിത്വം പാലിക്കുന്നവർക്ക് 4 വർഷമായി ഇവിടെ പുരസ്കാരം നൽകുന്നുണ്ട്. വാർഡ് മെമ്പറും സിനിമാ താരവുമായിട്ടുള്ള PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററുടേതാണ് ഈ വേറിട്ട പദ്ധതി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പടന്ന 9ാം വാർഡായ നടക്കാവ് തടിയൻ കോവിലിൽ ഇത് 4ാം വർഷമാണ് ശുചിത്വ പുരസ്കാരം നൽകുന്നത്. മികച്ച രീതിയിൽ ശുചിത്വം പരിപാലിച്ച വീടിന്റെ ഗൃഹനാഥയ്ക്കാണ് പുരസ്കാരം. വീടും പരിസരവും ശുചിയാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനിടെയാണ് വാർഡ് മെമ്പർ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ വേറിട്ട പരിപാടി ആവിഷ്കരിച്ചത്. പടന്ന ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിന്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകളും വീടും പരിസരവും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് കഴിഞ്ഞ 2 ആഴ്ച കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി നടത്തുന്ന ക്യാമ്പയിൻ പ്രവർത്തന തുടർച്ച കൂടിയാണിത്. എൻ്റെ വീട് ശുചിത്വ വീട്, എൻ്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്നാണ് ഇതിൻ്റെ മുദ്രാവാക്യം. ശുചിത്വത്തിലൂടെ ഏറ്റവും മികച്ച വീടുകളെ കണ്ടെത്തുകയും ഗൃഹനാഥയ്ക്ക് ശുചിത്വ പുരസ്കാരം നൽകുന്നൊരു പദ്ധതിയാണിത്. ഇപ്പോൾ എല്ലാ വീടും വാർഡിലെ 270 വീടും നമ്മൾ ആശാ വർക്കർമാർ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ള ടീമാണ് വീട് കയറുന്നത്. മാലിന്യ സംസ്കരണം, കൊതുകുറവിട നശീകരണം തുടങ്ങിയ വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ച് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ തെരഞ്ഞെടുക്കുന്നത്. വാർഡ് ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ആരോഗ്യ വളണ്ടിയർമാർ എന്നിവരാണ് സ്ക്വാഡുകളായി തിരിഞ്ഞ് പരിശോധന നടത്തുക. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസാദ് കണ്ണോത്ത്, JHIമാരായ സീമ, ദിൽന എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 പടന്ന. 40 വർഷത്തെ മാലിന്യ മല നീക്കം ചെയ്യാൻ ആരംഭിച്ച് തൊടുപുഴ നഗരസഭ 1.5 ഏക്കർ സ്ഥലത്തെ 26,683 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നത്. തൊടുപുഴ നിവാസികളുടെ കാലങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇതോടെ പരിഹരിക്കപ്പെടുന്നത്. ഇടുക്കി തൊടുപുഴ പാറക്കടവിലെ ഡംപിംഗ് യാർഡിലാണ് ഈ കാണുന്ന മാലിന്യ കൂമ്പാരം. തൊടുപുഴ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും കഴിഞ്ഞ 40 വർഷത്തെ മാലിന്യങ്ങളാണ് ഇവ. മുൻവർഷങ്ങളിൽ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും നഗരസഭ മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നു. ഈ മാലിന്യങ്ങൾ പാറക്കടവിലെ 1.5 ഏക്കർ സ്ഥലത്താണ് നിക്ഷേപിച്ചിരിക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് മാലിന്യങ്ങൾ ഒരു മലയായി മാറി. മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യമുന്നയിച്ച് പലതവണ പ്രദേശവാസികൾ സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. നിലവിലെ മുനിസിപ്പൽ ഭരണസമിതി മാലിന്യം നീക്കം ചെയ്യാൻ 2.83 കോടി രൂപയാണ് വകയിരുത്തിയത്. മാലിന്യങ്ങൾ നീക്കം ചെയ്ത ഭൂമി വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതോടുകൂടി മാലിന്യങ്ങൾ നീക്കം ചെയ്യുക മാത്രമല്ല, അതിന് പിന്നിൽ കാണുന്ന ഈ ഷെഡെല്ലാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാൻ വേണ്ടി നഗരസഭ പണിതിട്ടാണ്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി അതങ്ങനെ വെറുതെ പണിതിട്ടുള്ള അല്ലാതെ യാതൊരു പരിഹാരവും കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ഇവിടെ മാലിന്യം ഇത് നീക്കം ചെയ്തുകൊണ്ട് ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുകയാണ്. അതോടുകൂടി നഗരത്തെ ഇക്കാലത്ത് നിന്നല്ല വരുന്നൊരു 50 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള മാലിന്യങ്ങൾ അത് സംസ്കരിച്ച് തരംതിരിച്ച് കൈയൊഴിയുന്ന ഒരു സംവിധാനം നഗരസഭ ഏറ്റെടുക്കുകയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ നഗരം 2ാം ഘട്ടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചിത്വ മിഷന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുന്നതിനായി ഇവ തരംതിരിക്കുന്ന ജോലികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. കല്ല്, മണ്ണ്, പ്ലാസ്റ്റിക് എന്നിങ്ങനെ 7 രീതിയിലാണ് വേസ്റ്റുകൾ തരംതിരിക്കുന്നത്. മാലിന്യങ്ങൾ വേർതിരിച്ച ശേഷമാകും ബാക്കി പ്രവർത്തനങ്ങൾ. ഏകദേശം 26,683 ക്യൂബിക് മീറ്റർ മാലിന്യമാണ് ഇത്തരത്തിൽ നീക്കം ചെയ്യുക. 4 മാസം കൊണ്ട് ഭൂമി പഴയ രീതിയിൽ വീണ്ടെടുക്കുകയാണ് അധികൃതരുടെ ലക്ഷ്യം.
തൊടുപുഴ നഗരവാസികൾക്കൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ളവർക്കും കൂടി മാലിന്യം നീക്കുന്നത് വലിയൊരു പ്രയോജനമാണ് ഉണ്ടാകുക. കാരണം ഇവിടുത്തുകാർ വർഷങ്ങളായി പ്രദേശവാസികളുടെ ഒരു ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. തൊടുപുഴയിൽ നിന്നും സാഗർ, ന്യൂസ് 18. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജി-മാർട്ട് ഉപഭോക്താക്കൾക്കായി ഓണം, റംസാൻ, ക്രിസ്മസ്, ന്യൂ ഇയർ സീസണുകളിലെ കോർത്തിണക്കിക്കൊണ്ട് ഏർപ്പെടുത്തിയ ഗോൾഡ് ഗാല ഓഫറിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടന്നു. നന്ദിലത്ത് ജി-മാർട്ടിന്റെ ഇടപ്പള്ളിയിലെ ഷോറൂമിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. എറണാകുളം ഇടപ്പള്ളിയിലെ ഷോറൂമിൽ വെച്ചാണ് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജി-മാർട്ടിന്റെ ഗോൾഡ് ഗാല ഓഫറിലെ വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തത്. ഹൈബി ഈഡൻ MP, കളമശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സൽമ അബൂബക്കർ, വാർഡ് കൌൺസിലർ സഹല എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ബമ്പർ സമ്മാനമായി ഗുരുവായൂരിലൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും 5 മാരുതി ഇഗ്നിസ് കാറുകളും 1 പവൻ വീതം 125 പേർക്കും സമ്മാനമായി നൽകി. കഴിഞ്ഞ ഓണക്കാലത്ത് ഏർപ്പെടുത്തിയ നന്ദിലത്ത് ജി-മാർട്ട് ഗോൾഡ് കാല ഓഫറിന്റെ നറുക്കെടുപ്പിന്റെ സമ്മാനങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. നന്ദിലത്ത് ജി-മാർട്ട് എല്ലാ വർഷവും ഓണക്കാലത്ത് ഏർപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു സമ്മാന പദ്ധതിയാണ്. ഇത് വലിയൊരു വിജയമായിരുന്നു ഗോപു നന്ദിലത്ത് ജി-മാർട്ടിന്. ഈ ജി-മാർട്ട് ഗോൾഡ് കാല ഓഫറിലൂടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും കൂടാതെ 5 മാരുതി ഇഗ്നിസ് കാറുകളും 1 കിലോ ഗോൾഡ് ഓരോ പവൻ വീതം 125 കസ്റ്റമേഴ്സ് ഇന്നിപ്പോൾ നൽകി കഴിഞ്ഞു. കസ്റ്റമർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസമാണ്, അതിന്റെ ഒരു പൂർണ്ണതയിലേക്കാണ് ഈ ഒരു ചടങ്ങ് ഇന്നോടെ വന്നിരിക്കുന്നത്. തുടർന്നും നമുക്ക് കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ മാന്യ ഉപഭോക്താക്കളുടെ സഹകരണവും സപ്പോർട്ടും ഉണ്ടാവണം. നമ്മുടെ A ക്ലാസ് എന്നുള്ളത് B, C ക്ലാസ് കാറ്റഗറികളുടെ കൗണ്ടേഴ്സിൽ നമ്മൾ വരാൻ പോവുകയാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് നമ്മുടെ നല്ല ജി-മാർട്ട് അപ്രോച്ച് ചെയ്യാനും സാധനങ്ങൾ ഈസിയായി വാങ്ങാനും അവർക്ക് എല്ലാം ടച്ച് ആൻഡ് ഫീൽ എന്ന രീതിയിലേക്ക് ഇനി നമ്മൾ മാറാൻ നമ്മൾ പോവുകയാണ്. ആ രീതിയിലാണ് നമ്മൾ ഇനി ഈ ഓണക്കാലത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഉടൻ തന്നെ നന്ദിലത്ത് ഗ്രൂപ്പിന്റെ 10 പുതിയ ഷോറൂമുകൾ തുറക്കുമെന്ന് നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് അറിയിച്ചു. ഈ ഓണക്കാലത്ത് 10 ഷോറൂമുകളാണ് പുതിയതായിട്ട് ആരംഭിക്കുന്നത്. അടുത്ത ആഴ്ച നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ പുതിയ ഷോറൂം നമ്മുടെ ഏറ്റുമാനൂർ പുതിയ ഷോറൂം വരാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഷോറൂം വരുന്നത് നമ്മളുടെ തിരൂര് വരുന്നുണ്ട്, വളാഞ്ചേരി വരുന്നുണ്ട്, അതുപോലെ തന്നെ തളിപ്പറമ്പ് വരുന്നുണ്ട്, മുക്കം വരുന്നുണ്ട്. അപ്പം ഇത്രയും സ്ഥലത്തും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് അടുത്ത ഷോറൂം കൂടി വരുന്നുണ്ട്. അപ്പം ഇത്രയും ഷോറൂമുകൾ ഗോപു നന്ദിലത്ത് ജി-മാർട്ട് ഈ ഓണക്കാലത്ത് പുതിയ ഷോറൂമുകളായിട്ടാണ് വരുന്നത്. ചടങ്ങിൽ CEO PA സുബൈർ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ NP ജോയ് എന്നിവരും. ന്യൂസ് 18 കൊച്ചി. IPL അങ്ങനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 3ാമത്തെ കിരീടം സ്വന്തമാക്കിയ രാത്രിയാണ് കടന്നുപോയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ചാമ്പ്യന്മാരായത്. ഹൈദരാബാദ് ഉയർത്തിയ 114 റൺസ് വിജയലക്ഷ്യം അനായാസം കൊൽക്കത്ത മറികടന്നു. തകർത്തടിച്ച വെങ്കടേഷ് അയ്യരും റഹ്മാനുള്ള ഗുർബാസിന്റെയും ഇന്നിംഗ്സുകളാണ് കൊൽക്കത്തയ്ക്ക് 3ാമത്തെ കിരീടം നൽകിയത്. ടോസ് നേടി ബാറ്റിംഗ് സെറ്റാനുള്ള തീരുമാനം തെറ്റാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഹൈദരാബാദിന്റെ തുടക്കം തന്നെ. 19 പന്തിൽ 24 റൺസ് എടുത്ത ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറർ. കൊൽക്കത്തയ്ക്ക് വേണ്ടി ആൻഡ്രെ റസൽ 3ഉം മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. അപ്പോൾ മോർണിംഗ് വൈബ്സിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. എന്നാലും എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ സുനിമോള് പറയുന്നുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ തിയേറ്ററിൽ പോയി കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മൂവി വൻ വിജയമാകട്ടെ എന്നാൽ. അപ്പോൾ ഇന്ന് തന്നെ തിയേറ്ററിൽ കണ്ട സുനിമോളെ. അപ്പോൾ സുരേന്ദ്രൻ കളപ്പുരയ്ക്കൽ ആശംസ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു വളരെ കളർഫുൾ ആയിട്ടൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മോർണിംഗ് വൈബ്സ് പൂർത്തിയാക്കുന്നു. നമസ്കാരം.